ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാൻ എവിടേക്കോ പോകണം, എന്തൊക്കെയോ കാണിച്ചു തരണം എന്നൊക്കെ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2-3 സ്ഥലങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളവിടെ കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ. പക്ഷേ ഒരു വൈറൽ ഫീവർ അറ്റാക്കായിട്ട് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കമൻറ്റിൽ വരാറുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒട്ടും വയ്യാത്തൊരു ദിവസം എന്തായിരിക്കും എൻ്റെ റുട്ടീൻസും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ട് നമുക്കിതൊരു വീഡിയോ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഒട്ടും വയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബെറ്ററാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എഴുന്നേക്കാൻ വയ്യായിരുന്നു, ഒരുമാതിരി എന്താ പറയുക, ഭയങ്കര ക്ഷീണം. വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കൺമണിക്കാണ് ആദ്യം പനി വന്നത്. ഞങ്ങളൊരു 2-3 ദിവസം ഇവിടെ വീട്ടിലെ ചില കാര്യങ്ങളായിട്ട് ട്രാവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം അടുപ്പിച്ച് ട്രാവലായി. പിന്നെ എൻ്റെ നാത്തൂനും ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കൺമണിക്ക് വന്നതിന് ശേഷം കൺമണിയാണ് എനിക്ക് ആ പനി തന്നത്. ഇപ്പോൾ അശ്വിനും കൂടെ പനിയായി. അശ്വിനും അത് തന്നെ, ക്ഷീണമുണ്ട്, ചുമ. കൺമണിക്കും എനിക്കും ചുമ ഇപ്പം ഈ ലാസ്റ്റ് ടൈമിലാണ് വരുന്നത്. ആദ്യം സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് രണ്ടാൾക്കും പനിയായിരുന്നു. പക്ഷെ പനി ഇപ്പം 2 പേർക്കും നല്ല കുറവുണ്ട് കേട്ടോ. ഞാനും കൺമണിയുടെ മെഡിസിനാണ് കഴിച്ചത്. കൺമണിയുടെ മെഡിസിൻ കഴിച്ചപ്പോൾ എൻ്റെ പനിയും പെട്ടെന്ന് പോയി. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പണ്ട് എനിക്ക് ഈ പനിയും കാര്യങ്ങളൊന്നും വരാറേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എൻ്റെ ബോഡി. ഭയങ്കരമായിട്ട് ഇമ്മ്യൂണിറ്റി എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു തോന്നുന്നു. പിന്നെ ഡെലിവറിക്കൊക്കെ ശേഷം എനിക്ക് തോന്നുന്നു ഡെലിവറി വരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ പോലും എനിക്കൊരു അസുഖമോ കാര്യങ്ങളൊന്നും വന്നിട്ടുമില്ല. പക്ഷേ എൻ്റെ ഡെലിവറി ടൈമിൽ എനിക്കൊരു പ്രാവശ്യം പ്രഗ്നൻസി ടൈമിൽ എനിക്കൊരു പ്രാവശ്യം ഒരു ചുമ വന്നു കേട്ടോ, ഇതുപോലെ. പക്ഷെ ആ സമയത്ത് വന്ന ചുമയുണ്ടല്ലോ, ഞാൻ ദൈവത്തിനോട് ഇത്രയും പ്രാർത്ഥിച്ചു, എനിക്കിങ്ങനെ ഒരു ചുമ തരല്ലേ, ഇനി ഒരിക്കലും എനിക്ക് ചുമ വരാൻ പാടില്ല എന്ന്. കാരണം ആ ഒരു സമയത്ത് വന്ന ചുമയുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് 8-ാം മാസത്തിലൊരു ചുമ വന്നിട്ടുണ്ടായിരുന്നു. ചുമയും അതുപോലെ തന്നെ കോൾഡും. അപ്പം ഇവിടെ ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം അനൗൺസ് ചെയ്തുകൊണ്ട് പോകും. പച്ചക്കറി ആണെങ്കിലും എന്തെങ്കിലും. അപ്പം അവരിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഷർട്ടിനൊക്കെ ബട്ടൺസ് ഒക്കെ പോവില്ലേ, അപ്പം ബട്ടൺസ് ഒക്കെ ഫിക്സ് ചെയ്ത് തരാനാണ് അവരെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്കപ്പം പ്രഗ്നൻസി ടൈമിൽ 8th മന്തിലൊരു കോൾഡും അതുപോലെ തന്നെ ചുമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കിങ്ങനെ തുമ്മുമ്പോൾ ഭയങ്കര ഫീലായിരുന്നു വയറ്റിൽ. ആ ഒരു സമയത്ത് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖങ്ങളൊന്നും എനിക്ക് തരല്ലേന്ന്. പക്ഷേ എൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്കൊരു കോവിഡ് വന്നു. കോവിഡിന് ശേഷം എനിക്ക് ഇത്രയും പ്രശ്നം വന്നത്. ഇടയ്ക്കിടയ്ക്ക് പനിയും ഇടയ്ക്കിടയ്ക്ക് ജലദോഷമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ അതുമായിട്ട് യൂസ്ഡായി. എനിക്കൊരു കമൻറ്റിലുണ്ടായിരുന്നു ഇന്നലെ, മുരിങ്ങയുടെ സൂപ്പ് കുടിച്ചാൽ നല്ലതാണ്. വീണ്ടും ആ അനൗൺസ്മെൻറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാനത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്താണ് അവിടെ. പിന്നെ മുരിങ്ങയുടെ സൂപ്പ്, ഇവിടെ മുരിങ്ങയുടെ ഇല നമുക്ക് അത്ര ഈസി ആയിട്ട് കിട്ടില്ല. ചില പച്ചക്കറി കടയിൽ കിട്ടാറുണ്ട്, പക്ഷേ എന്നൊന്നും മുരിങ്ങയുടെ ഇല കിട്ടാറില്ല കേട്ടോ. അതൊരു പ്രശ്നമാണ് ഇവിടെ. അപ്പം കിട്ടുമ്പോൾ ഞാനും മുരിങ്ങ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചിട്ട് ഇമ്മ്യൂണിറ്റി ഒക്കെ ഒന്ന് ശരിയാക്കണം എനിക്കും. അപ്പോൾ അതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കേട്ടോ. ഇപ്പോൾ സമയം 8:30ആയി. ഞാൻ ഇപ്പോഴേ ഉറങ്ങി എഴുന്നേറ്റ്. കാരണം രാത്രിയൊക്കെ അശ്വിന് ഭയങ്കര ചുമയായിരുന്നു. പിന്നെ എനിക്കാണെങ്കിലും ഒരു വല്ലാതൊരു കാലുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാൻ ഒത്തിരി ലേറ്റായി. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും 8:30ആയി സമയം. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. എനിക്ക് സാധാരണ തണുപ്പൊന്നും അത്ര ഫീൽ ചെയ്യാത്തതാണ്. പക്ഷേ ചിലപ്പോൾ ഉള്ളിൽ പനിയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും വല്ലാത്ത തണുപ്പാണ് ഇവിടെ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും. ഇനിയിപ്പം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങാം. ഒരു ദിവസം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കൺമണി എഴുന്നേറ്റിട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് എന്താ, ഇന്ന് കുക്കിംഗ് എന്താ, ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം കേട്ടോ. പുറത്ത് നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഫ്രഷ് ആയിട്ടുള്ള ഇലകളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പോയിട്ട് വാങ്ങിക്കാം, നിങ്ങളും കൂടെ കാണിക്കാം. കണ്ടോ, ഇതുപോലെ ലാൻഡ്മാർ ദിവസവും രാവിലെ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഇലകളൊക്കെ കൊണ്ടുതരും. ഇതിൽ മല്ലിയിലയുണ്ട്, പാലക്കിൻ്റെ ഇലയുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്,
പിന്നെ ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ ഇത് ദിൽ ലീവ്സ് എന്ന് പറഞ്ഞ സംഭവം. ഇവിടെ സബ്വേ സപ്പ് എന്ന് പറയും. ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിന്ന് ഉലുവയുടെ ഇല വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പോയത്. കാരണം ഉലുവയുടെ ഇല വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞു. അത് ഒറ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറ്റില്ല, അത്രയും മതിയാവില്ല. അങ്ങനെ എന്തായാലും അവർ വന്നതല്ലേ, ഞാനൊരു മല്ലിയില വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ. കൺമണി നല്ല ഉറക്കാണ്. അമ്മനി കൺമണി ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. സുഖമില്ലേ? ചുമയുണ്ടോ മോനെ? ഇങ്ങോട്ട് നോക്ക്. കൺമണി ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. കൺമണിക്ക് ചെറിയൊരു ചുമയൊക്കെ വരുന്നുണ്ട്. കൺമണി ഇന്ന് കൺമണിക്ക് ഒരു മൂഡ് ചെറിയൊരു പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കൺമണി ശരിയാവും അല്ലേ? കുറച്ച് കഴിയുമ്പോൾ കൺമണി വീഡിയോയിൽ വരില്ലേ? ഇന്നലെ ആരാ കുക്ക് ചെയ്തേ? കൺമണിയല്ലേ കുക്ക് ചെയ്തേ? കൺമണിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ? മമ്മനെ ഹെൽപ്പ് ചെയ്യോ? മമ്മനെ ഹെൽപ്പ് ചെയ്യൂല്ലേ? നമ്മളിപ്പോൾ കൺമണിക്ക് ചെറുതായിട്ടൊരു ചൂടുവെള്ളമൊക്കെ കൊടുത്ത് കൺമണിനൊന്ന് ശരിയാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കാര്യം നോക്കാം. അശ്വിൻ ബ്രേക്ക്ഫാസ്റ്റിന് ഈ റാഗിയുടെ ഒരു മാൾട്ടാണ് കുടിക്കുക. അപ്പോൾ അശ്വിന് വേണ്ടിയിട്ട് അത് റെഡിയാക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഉലുവേൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് കഴുകി വൃത്തിയാക്കി, ഇത് നമ്മുടെ ചപ്പാത്തി മാവ്, ചപ്പാത്തി പൊടിയാണ് കേട്ടോ, ഗോതമ്പ് പൊടി. ഈ ഗോതമ്പ് പൊടിയിൽ നമുക്കിതിനെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഴയ്ക്കണം. കാരണം ഇത് ഇല ആയതുകൊണ്ട് നമുക്ക് നോക്കി വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. ഇതിനകത്ത് കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇടാറുണ്ട് കേട്ടോ, ഇത് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. കണ്ടോ, അവർ പച്ചക്കറിയൊക്കെ കൊണ്ടുപോവാണ്. ഞാൻ കറിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു എഗ്ഗ് ഉണ്ടാക്കി കഴിക്കാൻ. എനിക്കിതിൻ്റെ യെല്ലോ പാർട്ട് ഇഷ്ടമല്ല, വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് ബുൾസൈ ഹാഫ് ഫ്രൈ എനിക്ക് ഇഷ്ടമില്ല. രണ്ട് സൈഡും നന്നായിട്ട് കുക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര വലിയ നിർബന്ധമുള്ള ആൾക്കാരല്ല ഇവിടെ. അശ്വിൻ റാഗി കഴിച്ചു, ഞാൻ മുട്ട കഴിച്ചു. പിന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ട്, അവൾ രാവിലെ ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ചു എന്ന് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ കഴിച്ചു. പിന്നെ കൺമണി ആണെങ്കിലും അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവൾ ആപ്പിളൊക്കെ കഴിച്ചിട്ട് അവളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിച്ചു കേട്ടോ. ഉച്ചക്കേക്ക് ഇന്ന് മേത്തി ചപ്പാത്തിയും പനീർ കറിയാണ് കേട്ടോ. പനീർ കറി ഞാനിപ്പോൾ ഉണ്ടാക്കി. ചപ്പാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാധാരണ അത്രയും നല്ല പെർഫെക്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി എപ്പോഴും ശരിയാവില്ല. അതുകൊണ്ട് അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പനീർ ടിക്ക അതാണ് ഉണ്ടാക്കി കേട്ടോ. പക്ഷേ ഞാൻ ഈ ഇടയ്ക്കൊരു റെസിപ്പി എന്താ കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഇടയ്ക്കൊരു സോയ ടിക്ക മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം റെസിപ്പിയാണ് കേട്ടോ ഞാൻ പനീർ ടിക്കയ്ക്കും യൂസ് ചെയ്ത്. ഇനിയിപ്പം ചോറ് അടുപ്പത്ത് വെച്ചു. അത് ആകുമ്പോഴേക്ക് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജീര റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കേക്ക്. കാരണം പനീർ കറിയൊക്കെ ആകുമ്പം സാധാരണ വൈറ്റ് റൈസിനേക്കാളും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റൈസ് ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ നാളെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ലഞ്ച്. അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലക്കി വെച്ചിരുന്ന നമ്മുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കാമെന്ന് വെച്ചാൽ എനിക്കത് വലിയൊരു പണിയാണ് കേട്ടോ, വലിയൊരു ടാസ്ക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട്, ഞങ്ങൾക്ക് 3 ബെഡ്റൂമുണ്ട് ഇവിടെ. അതൊരു ബെഡ്റൂം ആരും യൂസ് ചെയ്യാത്തൊരു ബെഡ്റൂമാണ്. അപ്പം ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതിനകത്ത് കൊണ്ടിടും, ആ ബെഡിൻ്റെ മുകളിൽ കൊണ്ടിടും. എന്നിട്ട് എപ്പോഴാണോ സമയം കിട്ടുക, ഒരു അമ്മയാണെങ്കിൽ ഒരു ദിവസം രാത്രി, എല്ലാ ദിവസവും രാത്രി അത് മടക്കി വെക്കും. ഞാൻ ഒറ്റയ്ക്കൊക്കെയുള്ള ദിവസമാണെങ്കിൽ 3-4 ദിവസം അവിടെ തന്നെ കിടക്കും കേട്ടോ. എന്നിട്ട് അവിടെ പോയിട്ട് ഓരോ ഡ്രസ്സ് നമ്മൾ എടുക്കാം. അപ്പോൾ ഇപ്പം അമ്മ ഉണ്ടാകുമ്പോൾ അമ്മ എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു പണി അതാണ്, അതൊക്കെ എടുത്ത് മടക്കി വെക്കും ആ റൂമിൽ. അപ്പോൾ ആ റൂമിൽ ഓരോരാളുടേതും ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടാവും. അതെടുത്തിട്ട് നമ്മുടെ റൂമിൽ കൊണ്ടുപോയിട്ട് വാർഡ്രോബിൽ വെക്കുകയെന്ന് വെച്ചാൽ അതാണ് എനിക്കിപ്പോൾ ഒരു പണി. അപ്പം മടക്കി വെച്ച ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്തിട്ട് നമ്മുടെ വാർഡ്രോബിലേക്ക് വെക്കാം, എന്നിട്ട് കുളിക്കാം. സമയം 10:45. ഇപ്പോൾ കുളിച്ച് ഇന്നലെ ഒരു മൂവി ഹോട്ട്സ്റ്റാറിൽ കിഷ്കിന്ദ കാന്തം എന്ന് പറഞ്ഞ മൂവി വന്നിട്ട് ഞങ്ങൾ 1 മണിക്കൂർ ഫസ്റ്റ് ഒരു 1 അവർ കണ്ടു. അപ്പോഴേക്കും അമ്മയ്ക്കൊക്കെ ഉറക്കം വന്നു. കാരണം ഇന്നലെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഫുള്ള് കാണാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ നമുക്ക് കഴിച്ചുകൊണ്ട് ആ സിനിമ ബാക്കി കാണാണ്. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഒന്ന് വാർഡ്രോബിലേക്ക് വെക്കട്ടെ. അതിനുശേഷം നമുക്ക് എന്താ ഓരോ പരിപാടിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അമ്മണി എന്താ കിടക്കണേ? നമ്മളിപ്പോൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതല്ലോ കേട്ടോ. കുളിച്ച് വന്ന് ഡ്രസ്സ് ഇട്ട് ഓ അതല്ല സെയിം നമ്മൾ ഡ്രസ്സിൻ്റെ കളർ അല്ലേ?
കൺമണി പറഞ്ഞു കൺമണിക്ക് ഉറങ്ങണമെന്ന്. കൺമണി ഇപ്പോഴും എന്തിനാ ഉറങ്ങണേ? ഉറക്കം വരുന്നോ? നോക്കാം. അമ്മ അമ്മ ഉറങ്ങും. അമ്മ ഉറങ്ങണോ? അമ്മണിൻ്റെ കൂടെ അമ്മ ഉറങ്ങണോ? കൺമണി ഉറങ്ങുമെന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. കൺമണി ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല. ഇതൊരു ഉറങ്ങുന്ന സമയമല്ല, പക്ഷെ ഇപ്പം വയ്യാത്തതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പനീർ കറി കുറച്ച് ഗ്രേവി പോലെ ആയിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഗ്രേവി ആക്കിയത്. അതിൻ്റെ കൂടെ അമ്മയുടെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട്, പിന്നെ നമ്മുടെ മേത്തി ചപ്പാത്തി. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഞാനിപ്പോൾ ഇവിടെ കഴിക്കാൻ പോവാണ്. സമയം 1 മണിയാവാനായി. കൺമണി ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു കേട്ടോ. അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അവൾ എഴുന്നേറ്റിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ണു ഉറങ്ങിയില്ലല്ലോ, ഉറങ്ങുന്നു പറഞ്ഞിട്ട്. ഉറങ്ങിയില്ല അവള്. എന്നിട്ട് അവൾ ചോറും തൈരൊക്കെ കഴിച്ചു. എനിക്ക് വയ്യാണ്ടായതിന് ശേഷം ഉണ്ടല്ലോ, കുറച്ച് സമയം നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ക്ഷീണം പോലെ, ഒരു തലകറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിനിപ്പം എനിക്കൊരു ഷോർട്ട് വീഡിയോ ചെയ്യണമല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നോക്കുമ്പോഴേക്കും നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഇന്നും കൂടെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് മോശമായി പോകും. അപ്പം ഇന്നത് ചെയ്യാൻ പറ്റിയ നല്ലൊരു കണ്ടീഷനിലിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആർക്കും പഴംപൊരിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നതൊരു വീഡിയോ ആയിട്ട് എടുക്കുകയും ചെയ്യാം, പിന്നെ ഏത്തയ്ക്ക് വേസ്റ്റ് ആവുകയും ചെയ്യില്ലല്ലോ. അപ്പം അതിനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുഖത്ത് ചെറിയൊരു മേക്കപ്പൊക്കെ തേക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോവാണ്, ചെറിയൊരു ഷോർട്ട് വീഡിയോ. അപ്പം ഞാൻ അതൊക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു കിച്ചണും എൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കൺമണി ഇപ്പോഴേ ഉറങ്ങില്ല. കൺമണി ഉറങ്ങുമ്പോഴേക്കും ഒരു 2 മണിയൊക്കെ ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തിനുള്ള എൻ്റെ വീഡിയോയും ശരിയാവും. അത് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് നേരം ഇന്നിപ്പോൾ റെസ്റ്റ് എടുക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആവാം. ഞാൻ കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് കുറച്ച് കൺസീലർ ഇട്ട് കൊടുത്ത് ഒരു കാജൽ വരച്ച് പൊട്ടും വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പായി. ഒരു ലിപ്സ്റ്റിക്കും തേച്ച് കഴിഞ്ഞാൽ മേക്കപ്പായി. പിന്നെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ പോയിട്ട് കുക്കിംഗ് ആണ്. ഞാൻ എൻ്റെ കിച്ചൺ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ലാബ് വളരെ ചെറുതാണ് കേട്ടോ. ഈ ഒരു 3 പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതലും വീഡിയോ എടുക്കുന്നത് ഈ ഒരു പോർഷനിൽ മാത്രമാണ് കേട്ടോ. ഇതാ എൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഗ്യാസ് ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ കിച്ചൺ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു റെസിപ്പി ഞാനിന്ന് ചെയ്യാൻ പോവാണേ. ചിലപ്പം നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും. ഞാനും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നു. ചിലപ്പം ഈ റെസിപ്പി എല്ലാവർക്കും അറിയുന്നൊക്കെ ആയിരിക്കും. എന്നാൽ അറിയാത്ത കുറച്ച് പേർക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം, അതായത് ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തതിന് ശേഷം ഞാനൊരു ക്യുക്കായിട്ട് എൻ്റെ ഈ ലോങ് വീഡിയോയിൽ ഞാനതിൻ്റെ ഒരു റെസിപ്പി പറയാം കേട്ടോ. പിന്നെ ഈ റെസിപ്പി എനിക്ക് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ അമ്മ എനിക്കൊന്ന് വനിതയിൽ ഇവിടെ കണ്ടൊരു റെസിപ്പിയാണ്. അതിനുശേഷം എൻ്റെ ഡെലിവറി ടൈമിൽ അമ്മ എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് എന്നും ഇതുണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ ഇവരൊക്കെ അത് ടേസ്റ്റ് ചെയ്തിട്ട് ഇവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആൻറ്റിയുടെ ആ റെസിപ്പി ഉണ്ടാക്കുന്ന എപ്പോഴും ഇവിടുന്ന് എൻ്റെ സിസ്റ്ററൊക്കെ പറയും. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും നേന്ത്രപ്പഴം കിട്ടാറില്ല, ഏത്തയ്ക്ക ഇവിടെ ഒന്നും കിട്ടാറില്ല. അത് ഇവിടെ ചില ഷോപ്പിൽ മാത്രമേ നമുക്കിത് അവൈലബിൾ കിട്ടോ. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ആൻറ്റി തന്നെയാണ് കേട്ടോ, ലിസി ആൻറ്റി തന്നതാണ്. അപ്പോൾ നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കണ്ട, ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ എടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഞാൻ ക്വിക്കായിട്ട് ഇതിൻ്റെ റെസിപ്പി കൂടെ പറയാം കേട്ടോ. കണ്ടോ, ഇതാണ് എൻ്റെ ഇന്നത്തെ മേക്കപ്പ്. ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, പിന്നെ കൺസീലർ അപ്ലൈ ചെയ്തു, ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു, പിന്നെ പൊട്ട് വെച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമാണ് എൻ്റെ മേക്കപ്പ്. കുർത്ത ഞാനിത് കുറേ നാൾ മുന്നേ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച ഒരു കുർത്തയാണ് കേട്ടോ. പിന്നെ എൻ്റെ താലിമാല എല്ലാവരും ചോദിക്കാറുണ്ട്. കണ്ടോ, ഇതാണ് കേട്ടോ എൻ്റെ താലിമാലയുടെ ഒരു പാറ്റേൺ. ഇതാണ് കേട്ടോ. നമ്മൾ കിഷ്കിന്ധകാന്തം ബാക്കി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അശ്വിൻ കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന് പറഞ്ഞ പഴയ സിനിമയിലെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശ്വിന് പഴയ മലയാള സിനിമ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അവൻ ആ ഫിലിമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കിഷ്കിന്ധകാന്തം രാത്രി കാണാമെന്ന് വിചാരിച്ചു. ഞാൻ
ഷോർട്ട് വീഡിയോ പെട്ടെന്ന് എടുക്കട്ടെ. ഈ ഒരു റെസിപ്പിക്ക് ഒരുപാട് പഴുത്ത പഴമല്ല, എന്നാൽ ഒട്ടും പഴുക്കാത്തതല്ല, ഒരു മീഡിയം പഴുപ്പായ പഴമാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഞാൻ ആദ്യം 2 മതി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ എല്ലാവരും കഴിക്കുന്നു പറഞ്ഞപ്പോഴേക്കും ഞാൻ ആ 4 പഴവും മുറിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പാനിൽ ഇനിയിപ്പോൾ റെഡിയാക്കാൻ വെക്കാം. ഞാൻ ആദ്യം എടുത്ത പാൻ കുറച്ച് ചെറുതായിപ്പോയി, കാരണം ഇതിനകത്ത് ഞാൻ ആദ്യം 2 പഴത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ചെറിയ പാത്രം. പിന്നെ ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയത്, കാരണം ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഈ ഒരു ബ്രൗൺ കളർ ആവണം. ഞാൻ നെയ്യ് മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. നെയ്യിൽ ഇതിന് നന്നായിട്ട് ഈ ഒരു കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 സൈഡും ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോയിൽ ഇപ്പം ആ ഒരു മാറ്റം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഇതൊരു കുറച്ചൊരു എന്താ പറയുക, കുറച്ചുകൂടെ വലിയ പാത്രം, അതൊരു ചെറിയ പാത്രമായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്, റെസിപ്പി നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം മാറ്റി കേട്ടോ. അതാണ് സത്യം. അപ്പം നിങ്ങളാണെങ്കിലും കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് അകലമുള്ള പാത്രത്തിലാണെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ ആവും. നമ്മൾ പനി പിടിച്ച 3 ആളും ഇവിടെ കിടപ്പാണ്. അശ്വിനൊട്ടും വയ്യ, അശ്വിനും അസുഖമാണ്. കൺമണി എന്തിനാ ഇപ്പം കരഞ്ഞത്? ഇപ്പം എന്തിനാ കരഞ്ഞേ? മെഡിസിൻ കുടിക്കില്ല പറഞ്ഞോ? അതെന്താ, മെഡിസിൻ ഇഷ്ടമില്ല? മെഡിസിൻ കുടിച്ചാലല്ലേ അസുഖം പോളൂ. ഡോക്ടർ എന്താ പറഞ്ഞ, മെഡിസിൻ കുടിച്ചിട്ടില്ലെങ്കിൽ സൂചി വെക്കുന്നത് പറയില്ലേ? അപ്പം മെഡിസിൻ കുടിക്കണ്ടേ? താച്ചി ഉറങ്ങോ? ഇനിയിപ്പോൾ കുറച്ച് സമയം നമ്മൾ കിടന്ന് ഉറങ്ങും. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ട് ഇപ്പോൾ പനി വന്നതിന് ശേഷം. അല്ലെങ്കിൽ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറേ നേരം നിൽക്കുമ്പോഴേക്കും തല കറങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കൺമണീനെ ഉറക്കിയിട്ട് അവളുടെ കൂടെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങാണ്. എനിക്ക് ഈ കോഫിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇടയ്ക്ക് നെസ്കഫേയുടെ ക്യാപ്പുച്ചിനോയുടെ സാഷ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് ക്രീമി കോഫി മിക്സ് ആണ്. പക്ഷേ ഇതിന് ആ ഒരു ടേസ്റ്റ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു വല്ലാണ്ട് എനിക്കൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് കോഫി പോലെ ഇതുണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനൊന്നുമില്ല, നമ്മൾ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇത് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ചൊരു വെള്ളം പോലെ, ഇതത്തൊരു തിക്കല്ല ഈ ഒരു കോഫി. ഇതാരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ കമൻറ്റിൽ പറയണം കേട്ടോ. കണ്ണു എന്താ എന്നേക്കാത്ത? കണ്ണു ഇപ്പം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അശു, ഏത് മൂവി കാണുന്നു? ആ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ണെഴുതി പൊട്ടുണ്ടായിരുന്നു. ഇപ്പോഴേതാ കാണുന്നത്? അഭിമന്യോ അതാ കാണുന്നത്? മോഹൻലാൽ. ಹಳೆ ಮೂವಿ ನೈಸ್. That movie was good. ಅದು ಹೆಸರೇನು ಮತ್ತೆ? ಕಣ್ಣೆಳೆದು ಪುಟ್ಟಂದೊಟ್ಟು. You know what is the meaning? ಕಣ್ಣೆಳೆದು ಪುಟ್ಟಂದೊಟ್ಟು. ಬಾ ನೋಡಿ. Is it revenge? ಕಣ್ಣೆಳೆದು ಪುಟ್ಟಂದೊಟ್ಟು. Yeah, that's the reason she used to all the time that Manju Warrior used to like apply Kajal and കൺമണി എന്ത് പിങ്ക് കളറായി? സ്കൈ പിങ്ക് ആയോ? താഴെ പച്ചക്കറി വന്നിട്ടുണ്ട്. അപ്പോൾ അശ്വിൻ പോയിട്ട് പച്ചക്കറി എടുക്കുകയാണേ. ബീൻസും ക്യാരറ്റും വാങ്ങിക്കാൻ വേണ്ടി പോയത് അശ്വിൻ. ത്രോ ചെയ്യട്ടെ? അശോ, നെക്സ്റ്റ് നീ ഏത് പിക്ചറാണ് കാണുന്നത്? കുറച്ച് അടുത്ത് വാ. മണിച്ചിത്ര താഴ്. But I think I have watched the movie like before. This is second time. അതിപ്പോ 2ാമത്തെ പ്രാവശ്യം കാണുന്നത്. But that's a nice movie. അതിന്റെ കന്നഡ ഉണ്ട്. പക്ഷെ അവൻ കന്നഡ അത്ര നല്ലതല്ല,
കന്നഡ കൊള്ളൂല്ല. 2007, 6 or 7. മണിച്ചിത്ര തഴവസ് 94. 94, yeah. അപ്പൊ നമ്മളത് കാണാൻ പോവാണ്. കണ്ണു അകത്തേക്ക് പോവാ മോനെ. വാ, തണുക്കല്ലേ, തണുപ്പുണ്ട് മോനെ. ഉള്ളിലോട്ട് പോവാ നമുക്ക്. ബാ ബാ, ഓക്കെ, ബാ അകത്തേക്ക് പോവാല, ബാ. കണ്ണൂർ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ലെങ്കിൽ നിർബന്ധിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഫ്രൂട്ട്സോ ജ്യൂസോ അങ്ങനത്തെ ഒക്കെ കൊടുത്താൽ മതി പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ അവൾക്ക് ഞാൻ കുറച്ച് പാലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡൊന്നും. അപ്പോൾ ചോദിച്ചപ്പോൾ അവന് പാല് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് ഞാനും കണ്ണു. ഹായ് പറ. ഹായ്. പിന്നെ ഇപ്പം അമ്മയും അനിയത്തി നാളത്തേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ അവർ രണ്ടാളും എന്തോ ആവശ്യത്തിന് പുറത്തൊക്കെ പോയിരിക്കാം. അശ്വിൻ പനിയായതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാതെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കിച്ചൺ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്, പാത്രമൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് പണി കുറയുമല്ലോ. പിന്നെ രാത്രി ഇനിയിപ്പം എല്ലാവരും കഴിച്ച് കഴിയുമ്പോഴുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അതൊക്കെ പിന്നെ നോക്കാം. പിന്നെ ഇപ്പം ഞാൻ മുന്നേ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര തണുപ്പായതുകൊണ്ട് രാത്രി, പിന്നെ എനിക്ക് സുഖം കൂടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളത്തിലധികം തണുത്ത വെള്ളമായതുകൊണ്ട് അധികം വെള്ളത്തിൽ കളിക്കാറില്ല ഞാൻ വൈകുന്നേരം സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ. നേരത്തെ എല്ലാം ക്ലീൻ ചെയ്യുന്നതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബാക്കി രാവിലെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് സിങ്ക് നിറയെ പാത്രം ആക്കണ്ട, കുറച്ചുള്ളതൊക്കെ ഇപ്പം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം എൻ്റെ അടുത്ത പരിപാടി അതാണ്. ഇപ്പം സമയം ഇപ്പം 7 മണിയാവാനായിട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡൊക്കെ ബാക്കിയുണ്ട്. അതായത് ചപ്പാത്തി ഉണ്ട്, അതായത് മേത്തി ചപ്പാത്തി ഉണ്ട്, ജീര റൈസ് ഉണ്ട്, അതുപോലെ തന്നെ പനീർ കറി ഒക്കെ ബാക്കിയുണ്ട്. പിന്നെ അമ്മ സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും ഉണ്ട്. അമ്മയുടെ അച്ഛനും അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിരിക്കുക, അനിത്തമ്മയുടെ. അപ്പോൾ അച്ഛൻ ഇവിടെയാണ് കുറച്ച് ദിവസമായിട്ട് നിൽക്കുക. രാത്രി ഉറങ്ങാൻ വരും കേട്ടോ. അപ്പോൾ അച്ഛന് കുറച്ച് സാധാരണ പ്ലെയിൻ വൈറ്റ് റൈസും സാമ്പാറുമാണ് കൂടുതലും കഴിക്കുക. അപ്പോൾ ഇനിയിപ്പം കുറച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറ്, അതായത് ഒരു വിസിലേ വേണ്ടു നമുക്ക്, പെട്ടെന്ന് ചോറാവും. അപ്പം ആ ഒരു പരിപാടി ബാക്കിയുള്ളൂ, ബാക്കി ഫുഡൊന്നും വേണ്ട. ഞാൻ നാളെ അനിയത്തി പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ബിരിയാണിയൊക്കെ വെക്കാം. കാരണം ഇത്രയും ദിവസം സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കാര്യമായിട്ട് നല്ല ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കാൻ, പെട്ടെന്ന് രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് വാങ്ങിക്കാൻ പോകാൻ അശ്വിനും ഒരു മടിയും ഒരു സുഖക്കുറവൊക്കെ. പിന്നെ അവളും പറഞ്ഞു എല്ലാവർക്കും അസുഖമല്ലേ, പിന്നെ വേണ്ട, നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിക്കൻ ബിരിയാണി പരിപാടി ബൂസ്റ്റ് തരാം. അതുകൊണ്ട് ചിക്കൻ ബിരിയാണി പരിപാടി നമ്മുടേത് ക്യാൻസലായി. അപ്പോൾ ഇപ്പം നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ കുറച്ച് ക്ലീൻ ചെയ്ത് ചോറും വെച്ചിട്ട് ഫ്രീ ആവാം. ഇപ്പം സമയം 7:30 അമ്മയും സിസ്റ്ററും വന്നിട്ടില്ല, അശ്വിനും കണ്ണും പുറത്തിരിക്കാൻ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു റൂമിനകത്ത് വന്നിട്ട് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞു വീഡിയോയ്ക്ക്. ശരിക്കും ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുക. ഈ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണിയൊക്കെ പുറത്തായിരിക്കും, ഇവിടെ ആരും സൗണ്ട് വെക്കില്ല. അപ്പോൾ പിന്നെ കൺമണി ആണെങ്കിലും കൺമണി ഇപ്പം റൂമിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വോയിസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അവളൊന്നും സംസാരിക്കില്ല, അത്രയും സമയം വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഫുള്ള് വോയിസ് കൊടുത്ത് ചിലപ്പോൾ ഒരു 5-6 ടേക്കൊക്കെ എടുക്കും കേട്ടോ. ചില സമയത്ത് നമുക്ക് ചിലതൊക്കെ മിസ്സാകുമ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുവരെ അവൾ മിണ്ടാതിരിക്കും. എന്നിട്ട് ഫുൾ കഴിയുമ്പോൾ ഞാൻ താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോൾ അവൾ ഡൺ മമ്മ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അവൾ അശ്വിൻ്റെ കൂടെ ഇരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു എഡിറ്റും ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് റൈസൊക്കെ വെച്ചു. അപ്പോൾ ഒരു വിസിലിൽ ചോറാവും. അപ്പം ഞങ്ങളുടെ റൂം കിച്ചണിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി ഓഫ് ചെയ്യാൻ പറ്റും. ഞാനൊരു ദിവസം ഞങ്ങളുടെ ഹോം ടൂർ ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ അടുത്ത് എല്ലാവരും ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ സ്വന്തം വീടല്ല, ഞങ്ങൾ റെൻറ്റിന് നിൽക്കുന്ന വീടാണ് കേട്ടോ. അതൊക്കെ കമൻറ്റിൽ ചോദിക്കാറുണ്ട്, സ്വന്തം വീടാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറയണേ, ഇത് റെൻറ്റിനുള്ള വീടാണേ. നമുക്ക് ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. പിന്നെന്താ, അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്നും ലേറ്റ് ആക്കുന്നില്ല ഞാൻ. കാരണം ഒരു 9 മണിക്കുള്ളിൽ ഞാൻ സാധാരണ എൻ്റെ ഷോർട്ട് വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം പെട്ടെന്ന് ഞാനതൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. ഉച്ചയ്ക്കത്തെ കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ജീര റൈസാണ്, അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. വലിയ ഹോട്ട്
കണ്ണിന് എന്താ കഴിക്കാൻ വേണ്ടേ? റൈസ്. അതെന്ത് റൈസാന്നറിയോ? ജീര റൈസ്. കണ്ണിന് മെഡിസിൻ കഴിക്കണം മോനെ രാത്രി. യു ലുക്ക് സോ ടയേർഡ്. അല്ലേ? ചുമയുണ്ടാ? താച്ചി ഉറങ്ങണം മോനെ. മാമുണ്ടിട്ട് താച്ചി ഉറങ്ങാം അല്ലേ? അയ്യോ ടയേർഡാണോ പൊന്ന? ടയേർഡാണോ? ടയേർഡില്ല. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ജീര റൈസിൽ കുറച്ച് ഗാർലിക്കും അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വറവാക്കിയിട്ട് ഇതൊരു ഗാർലിക് റൈസ് ആക്കിയിട്ടോ. കാരണം എനിക്ക് ജീര റൈസിനെക്കാളും ഗാർലിക് റൈസ് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കൂടെ പൊട്ടാറ്റോ ചിപ്സ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. എന്താ വേണ്ട പൊന്നിനി? ഇപ്പൊ രാത്രിയില്ലേ, ഉറങ്ങണ്ടേ? എടുക്കാം. ഡാഡി എന്താ ചെയ്യുന്ന മോനെ? ഡാഡിനെ കാണിച്ചേ, ഇങ്ങോട്ട് നിക്ക്. ഡാഡി എന്താക്കുന്ന? ഞാൻ ഫോട്ടോ എടുത്തിരിയാ. ಓಕೆ ಅಲ್ಲಿ ನಾನು ಯಾಕೆ ಝೂಮ್ ಮಾಡ್ತೀಯಾ? ನಾನು ನೋಡಿದೆ ಕಣ್ಮಣಿ. കണ്ണു, what daddy calls you? Boda. Why Boda? Boda എന്ന് പറഞ്ഞാൽ എന്താ? ബൊട്ടത്തല എന്നാണോ? ഡാഡി എന്താ വിളിക്ക? അല്ല എന്താ വിളിക്ക? ഡാഡി എന്താ വിളിക്ക? അല്ല, ബോഡ എന്നല്ലേ വിളിക്ക. എന്താ വിളിക്ക? ബോഡ. അശു കണ്ണിന് ചെറുപ്പത്തിലെ മുടി ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇപ്പോഴും മുടിയില്ല, മുടി നീളം വെക്കാറില്ല അവളുടെ. എന്നിട്ട് അശ്വിൻ അവളെ ബോഡാന്ന് വിളിക്കാം. മൊട്ടത്തല അല്ലേ? മൊട്ടത്തല. എന്തുമ്മാ? ഒന്നുമില്ല. എല്ലാവരോടും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേട്ടെ. ബാ അമ്മനി ബനാന ചിപ്സ് കഴിച്ചിട്ട് താച്ചി ഉറങ്ങുന്നു. പറയൂ. എന്താ പറയ? മനസ്സിലാവനില്ല. ക്ലിയർ ആയിട്ട് പറയൂ. അച്ചുപ്പച്ചോട് പറ ടേക്ക് റെസ്റ്റ് പറ. ആ കൺമണി പറയൂ. ഗുഡ് നൈറ്റ് പറയൂ എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. അശ്വിനും പറഞ്ഞോ ഗുഡ് നൈറ്റ്. കൺമണി ഒരു ഫ്ലൈങ് കിസ് ഇവിടെ കൊടുക്കും. ശരിക്കും കൊടുക്കും. ഞാൻ പറഞ്ഞു അത്. സുഖമില്ല. സുഖമന്ത്രേ സുഖം. ചുമ. Fever? പനി. Chuma, pani, like a shita? ജലദോഷം. All at a time. കൺമണിക്ക് ഉറക്കം വന്നു. Everything from സമയം രാത്രി 10:30 നാളെ നാത്തും തിരിച്ചു പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ. ഇനിയിപ്പം എല്ലാവരും കിടന്നു. അവൾ രാവിലെ 7 മണിക്കത്തെ ട്രെയിനിന് അവളും പോവും. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഞാനുണ്ടല്ലോ എൻ്റെ അടുത്ത് സാധാരണ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറയുമ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ പുറത്തൊക്കെ പോകുന്ന ദിവസമാണ് സാധാരണ ഞാൻ വീഡിയോസ് എടുക്കാറ്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ വീഡിയോസ് എടുക്കാറില്ല കേട്ടോ.
പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ ഉള്ളൊരു ദിവസം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, ഫുഡും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കുറേ നാൾ മുന്നേ പ്ലാൻ ചെയ്തതാണ്. അതിപ്പം ഒരു സുഖമില്ലാത്തൊരു ദിവസമായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ലാസ്റ്റ്. അപ്പം ഒരു ദിവസം ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന ദിവസം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോവുക. പിന്നെ ഇതൊരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ നിങ്ങൾ എന്നെ കാണിച്ചു കൊടുത്തിട്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറില്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ അസുഖമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ പുതിയ വീഡിയോ എടുക്കാനുള്ള എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ, പുതിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ.